ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. തുള്ളി തുള്ളി വെള്ളം കലത്തിൽ നിറയുന്നു. അതുപോലെ ജ്ഞാനിയായ മനുഷ്യൻ അത് ക്രമേണ ശേഖരിക്കുന്നു, സ്വയം നന്മ നിറയ്ക്കുന്നു. ബുദ്ധൻ. കുഞ്ഞന്റെ കഥ കേൾക്കൂ. ഗ്രാമത്തിലെ ഏറ്റവും ദരിദ്രമായ കുടുംബത്തിൽ നിന്നായിരുന്നു അവൻ. ചോർന്നുപോയ്ക്കുന്ന ചെറിയ കൂരയിൽ താമസിച്ചിരുന്ന കുഞ്ഞന്റെ ജീവിതം കഷ്ടതകളുടെ നീർച്ചാലായിരുന്നു. ഓരോ പകലും പട്ടിണിയോട് യുദ്ധം ചെയ്യൽ, ഓരോ രാത്രിയും ശൂന്യമായ വയറുമായി ഉറക്കം. എങ്കിലും കുഞ്ഞൻ നഷ്ടപ്പെടുത്തിയില്ല സ്വപ്നങ്ങളെ. ഒരു നൈരാശ്യമായ ശിവരാത്രി രാത്രിയിൽ ക്ഷേത്രത്തിന്റെ ഇടനാഴിയിൽ കിടന്നുറങ്ങുമ്പോൾ പുരോഹിതൻ ശാന്തിയുടെ ശബ്ദം കുഞ്ഞിനെ ഉണർത്തി. ആ കൂരിരുട്ടിൽ പ്രകാശം വിതറുന്ന തിരുനാളങ്ങൾക്കരികിൽ നിന്ന് ശാന്തി പറഞ്ഞു, ജലപാത്രം തുള്ളിതുള്ളിയായി നിറയുന്നതുപോലെ നന്മ നിറയുന്നതും ചെറിയ പ്രവൃത്തികളിലൂടെയാണ്. സഹായത്തിന്റെ കൈ നീട്ടി ഉള്ളതിൽ നിന്ന് പങ്കുവയ്ക്കൂ, നിന്റെ ജീവിതം പൂർണ്ണമാകും. കുഞ്ഞന്റെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ ചിനപ്പൊട്ടുകൾ വിരിഞ്ഞു. അന്നുമുതൽ ചെറിയ കാര്യങ്ങളിലൂടെ നന്മ പകർന്നു മുന്നോട്ടു പോയാൻ തുടങ്ങി. വഴിയിൽ കണ്ട വൃദ്ധയെ വീട്ടിലേക്കാക്കി, പട്ടിണി കിടക്കുന്ന കുട്ടിയെ അന്നമൂട്ടി വരണ്ടുണങ്ങിയ തടത്തിൽ വെള്ളം ഒഴിച്ചുകൊടുത്തു. ഓരോ ദിവസവും കുഞ്ഞനിൽ നന്മ ഒരു തുള്ളി പോലെ ചേർന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം കനത്ത മഴയിൽ വീട് നഷ്ടമായ കുടുംബത്തിന് കുഞ്ഞൻ അവന്റെ ചെറിയ കൂര പങ്കുവച്ചു. പിന്നീട് ഗ്രാമത്തിലെ ആളുകൾ ചേർന്ന് അവർക്കായി പുതിയൊരു വീട് പണിതു. ഇതൊക്കെയും കണ്ട് പ്രചോദിതരായ ഗ്രാമവാസികൾ ഫ്രീ സ്കൂൾ തുടങ്ങി അനാഥരെ സഹായിക്കാനുള്ള സമിതി രൂപീകരിച്ചു. ഗ്രാമം മുഴുവൻ മാറി ഒരു നന്മയുടെ പ്രകാശവലയത്തിൽ. കുഞ്ഞൻ ദരിദ്രനായിരുന്നു, പക്ഷേ നന്മയുടെ കണ്ണീർത്തുള്ളികളാൽ തന്റെ ജീവിതത്തെ നിറച്ചു. അവന്റെ ചെറിയ പ്രവൃത്തികൾ ഗ്രാമത്തിലെ ഒരു വലിയ മാറ്റത്തിന് തുടക്കമായി. ഇതാണ് ഈ കഥയുടെ ഏറ്റവും ശക്തമായ പോയിന്റ്, ചെറിയ നന്മകളുടെ ശക്തിയിലുള്ള വിശ്വാസം. മലയാളി സമൂഹത്തിന്റെ തനിമ നമുക്ക് കാണാം ഈ കഥയിൽ. സഹായത്തിന്റെ കൈനീട്ടി എവിടെയെങ്കിലും ഒരു തുള്ളി നന്മ ചേർത്തുവച്ചാൽ അത് ഒരാളുടെയല്ല, പൊതുസമൂഹത്തിന്റെ ജീവിതം മാറ്റും. കാലം ഗതിയെറിഞ്ഞു. കുഞ്ഞന്റെ നന്മയുടെ പുഴ കരകവിട്ടു ഒഴുകി ചുറ്റുമുള്ള പ്രദേശങ്ങളിലേക്കും എത്തി. ദരിദ്രരെ സഹായിക്കാനുള്ള സമിതി വളർന്ന് ഒരു വലിയ സന്നദ്ധ സംഘടനയായി മാറി. ഗ്രാമത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ അവർ സ്കൂളുകൾ തുടങ്ങി, രോഗികൾക്ക് വേണ്ടി ആശുപത്രികൾ നിർമ്മിച്ചു. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് പ്രകൃതിയെ ചേർത്തുപിടിച്ചു. കുഞ്ഞൻ ആ സംഘടനയുടെ നേതാവായി മാറി, പക്ഷേ അധികാരഭ്രമമില്ലാത്ത സാധാരണക്കാരനായ നേതാവ്. ഓരോ തീരുമാനത്തിലും ഓരോ പ്രവൃത്തിയിലും നയിച്ചത് ജനകീയതയും സഹജമായ നന്മയും മാത്രമായിരുന്നു. ഗ്രാമത്തിലെ കുട്ടികൾ അവനെ ആരാധിച്ചു, നേതാക്കളും മാതൃകയായി കണ്ടു. ഒരു ദിവസം വരൾച്ച ഗ്രാമത്തെ ആപൽക്കരപ്പെടുത്തി. കൃഷി നശിച്ചു, കിണറുകൾ വറ്റി, പട്ടിണിയുടെ ഭീഷണി ഏറ്റുമുഖത്തെത്തി. എന്നാൽ കുഞ്ഞനും സംഘടനയും കൈവിട്ടില്ല. സമീപ ഗ്രാമങ്ങളിൽ നിന്ന് ഭക്ഷണസാധനങ്ങൾ ശേഖരിച്ച് വിതരണം ചെയ്തു. മഴവെള്ള സംഭരണത്തിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു. ഗ്രാമവാസികളെ ഒന്നിച്ചു നിർത്തി, പ്രകൃതിയെ സംരക്ഷിച്ചില്ലെങ്കിൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കുമെന്ന് ഓർമ്മപ്പെടുത്തി. കൂട്ടായ പരിശ്രമത്തിലൂടെ ഗ്രാമം വരൾച്ചയെ അതിജീവിച്ചു. പുതിയ കൃഷിരീതികൾ സ്വീകരിച്ച് വെള്ളം സംരക്ഷണത്തിന് പ്രാധാന്യം നൽകി. കുഞ്ഞന്റെ നേതൃത്വത്തിൽ ഗ്രാമം മാതൃകയായി. പ്രകൃതിയുമായി യോജിച്ച് ജീവിക്കുന്നതിന്റെ പ്രാധാന്യം എല്ലാവരും തിരിച്ചറിഞ്ഞു. കുഞ്ഞന്റെ കഥയുടെ ഏറ്റവും വലിയ പ്രചോദനം ഗ്രാമത്തിന്റെ പരിവർത്തനത്തിലാണ്. ഒരു വ്യക്തിയുടെ ചെറിയ നന്മ എങ്ങനെ ഒരു സമൂഹത്തെയാകെ ഉയർത്താൻ കഴിയുമെന്നതിന്റെ തെളിവാണ്. കൂട്ടായ പ്രയത്നത്തിലൂടെ പ്രതിസന്ധികളെ അതിജീവിച്ച് ഒരു മികച്ച ഭാവി കെട്ടിപ്പടുക്കാൻ നമുക്ക് കഴിയുമെന്ന ശക്തമായ സന്ദേശം ഈ കഥ നൽകുന്നു. മലയാളി സമൂഹത്തിന്റെ നന്മയും കരുണയും അടിവരയിടുന്നതാണ് ഈ കഥ. ഓരോരുത്തരും കുഞ്ഞനെപ്പോലെ ചെറിയ പ്രവൃത്തികളിലൂടെ നന്മ പകർന്നാൽ കേരളം മുഴുവൻ പൂവിടർന്ന ഒരു നന്മയുടെ തോട്ടമാക്കി മാറ്റാൻ നമുക്ക് കഴിയും. ജയ് ഹിന്ദ്. നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.